ഗസ സമാധാന ചർച്ചകൾ വഴിമുട്ടുന്നു. ബന്ദികളുടെ മൃതദേഹങ്ങൾ തിരികെ നൽകുന്നതിൽ ഹമാസ് കാലതാമസം വരുത്തുന്നുവെന്ന് ഇസ്രയേൽ കുറ്റപ്പെടുത്തുന്നു. റാഫ അതിർത്തി തുറക്കില്ലെന്നും സഹായം നിർത്തിവെക്കുമെന്നും ഇസ്രയേൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, ഗസയിൽ സമാധാനം പുലർന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ വലിയ ആവേശത്തോടെ കേട്ടതാണ്, വലിയ സന്തോഷത്തോടെ കേട്ടതാണ്. ലോകമെമ്പുള്ള ആൾക്കാർ ഒക്കെ തന്നെ ആ രീതിയിൽ തന്നെ അതിനെ സമീപിച്ചതുമാണ്. പക്ഷേ ഇതിപ്പോൾ ആ സമാധാന കരാർ ഒപ്പുവെച്ച് ഒരു ദിവസം അല്ലെങ്കിൽ 24 മണിക്കൂർ പൂർത്തിയാകും മുമ്പാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. എന്താണ് നിലവിൽ ഇങ്ങനെയൊരു നിലപാടിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടായത്? ഈ റഫ അതിർത്തി അടയ്ക്കും എന്നൊക്കെ പറയുന്ന കടും തീരുമാനത്തിലേക്ക് ഇസ്രായേൽ കടന്നു എന്ന് പറയുമ്പോൾ സ്ഥിതി വീണ്ടും ഗുരുതരമാകുന്നു എന്ന് കരുതണോ? തീർച്ചയായും പൊതിൻ അങ്ങനെ തന്നെ കരുതേണ്ടി വരും. കാരണം ഇന്നലെയായിരുന്നു സമാധാന കരാർ ഒപ്പിടുകയും വലിയ രൂപത്തിൽ ലോകം അതിനെ പ്രതീക്ഷയോടെ ഏറ്റുവാങ്ങുകയും ചെയ്തൊരു ദിവസമായിരുന്നു. അതിനുശേഷം ഒരു ദിവസം പിന്നിടുമ്പോൾ ഏതാണ്ട് എല്ലാ ബന്ദികളെയും മോചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബന്ദിമോചനം സാധ്യമാകുന്നു എന്ന് ലോകം തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ ഇസ്രായേലും ഹമാസും അതിനെ അംഗീകരിക്കുകയും രണ്ടുപേരും ആ രൂപത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് നിലപാട് വരുന്നത്. ഞങ്ങളുടെ 4 പേരുടെ മൃതദേഹങ്ങൾ ഇനിയും ലഭ്യമാകാനുണ്ട്. ആ മൃതദേഹങ്ങൾ ഹമാസ് ഇതുവരെയും വിട്ടു നൽകിയിട്ടില്ല. അങ്ങനെ വിട്ടു നൽകാതിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ റഫ അതിർത്തി അടയ്ക്കാൻ പോവുകയാണ്. റഫ അതിർത്തി അടച്ചാൽ സ്വാഭാവികമായും ഗസയിലേക്കുള്ള എല്ലാവിധ മാനുഷിക സഹായങ്ങളും ഇല്ലാതാകും, അല്ലെങ്കിൽ നിർത്തലാക്കപ്പെടുന്ന അവസ്ഥയാണ്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നത് ഭക്ഷണത്തിന് വേണ്ടി ഓടി നടക്കുന്ന അല്ലെങ്കിൽ കേഴുന്ന ലക്ഷക്കണക്കിന് ആളുകളായിരുന്നു ഗസയിൽ ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടി അന്താരാഷ്ട്ര സമൂഹം നൽകുന്ന മെഡിക്കൽ സഹായവും ഭക്ഷണമടക്കമുള്ള എല്ലാ സഹായവും എത്തിക്കൊണ്ടിരിക്കുന്നത് റഫ അതിർത്തി വഴിയാണ്. അത് മാത്രമല്ല, പലായനം ചെയ്തു പോയ ആളുകൾ മുഴുവൻ തിരിച്ചു വരുന്നതും ആ വഴി തന്നെയാണ്. അങ്ങനെ ആ അതിർത്തി ഞങ്ങൾ അടയ്ക്കാൻ പോവുകയാണ് എന്ന് ഇസ്രായേൽ പറയുന്നു. അതിനൊറ്റ കാരണമായി പറയുന്നത് എല്ലാ ബന്ദികളെയും മോചിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, 4 മൃതദേഹങ്ങൾ ഇനിയും ഹമാസിന്റെ ഭാഗത്തുനിന്ന് ലഭ്യമാകാനുണ്ട് എന്നാണ്. പക്ഷേ ഹമാസ് നേരെ തിരിച്ചാണ് കാര്യങ്ങൾ പറയുന്നത്. എല്ലാ ബന്ദികളെയും മോചിപ്പിച്ച് കഴിഞ്ഞു, നിങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ ബന്ദികളെയും മോചിപ്പിച്ചിട്ടുണ്ട്, എല്ലാ മൃതദേഹങ്ങളും കൈമാറി കഴിഞ്ഞു, ഇനി ഒന്നും കൈമാറാനില്ല എന്നാണ് ഹമാസിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം. പക്ഷേ ഈ രണ്ട് പക്ഷവും ഇങ്ങനെ നിൽക്കുമ്പോൾ ഗസയുടെ അന്തരീക്ഷം സമാധാനം ഇല്ലാതാകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മാത്രമല്ല, അതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത്, ഇപ്പോൾ അവിടെ യുദ്ധം അവസാനിച്ചു, ഏറ്റുമുട്ടൽ അവസാനിച്ചു എന്നൊക്കെ പറയുമ്പോഴും, അല്ലെങ്കിൽ അങ്ങനെ പ്രഖ്യാപനം വന്നെങ്കിൽ പോലും 9 പലസ്തീനികൾ അവിടെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. അത് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുള്ള ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അത് ഇസ്രായേൽ പറയുന്ന ന്യായം ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയ മേഖലയിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചവരെ കൊലപ്പെടുത്തിയെന്നാണ്. അങ്ങനെ ഗസയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് വീണ്ടും ഗസയുടെ സമാധാനം നഷ്ടമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. റഫ അതിർത്തി അടയ്ക്കുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമാകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പൊജിൻ, ശരി. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.